അസ്സലാമലൈക്കും, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പോൾ ഞാനിന്നൊരു ഈസി സ്നാക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്കിതുപോലെ ചപ്പാത്തിയും കുബൂസൊക്കെ ബാക്കി വരാറുണ്ട് അല്ലേ? അപ്പോൾ അങ്ങനെ ബാക്കി വരുമ്പോൾ അത് കളയാതെ അത് വെച്ചിട്ട് ഒരു സ്നാക്ക്. അപ്പോൾ ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് രണ്ടായിട്ടൊന്ന് അടർത്തിയെടുത്തിട്ട് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്യാണ്. അപ്പോൾ ഞാൻ എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ കട്ട് ചെയ്യുന്ന ടൈം കൊണ്ട് തന്നെ എണ്ണ ചൂടാക്കാൻ വെക്കുക. വെറും 2 മിനിറ്റ് മതി ഈ സ്നാക്ക് തയ്യാറാക്കി എടുക്കാൻ. അപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. അപ്പോൾ ഇതായിട്ടുണ്ട്. നമുക്കിതൊരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം. ഇതുപോലെ എല്ലാം ഫ്രൈ ചെയ്തെടുക്കുക. ചപ്പാത്തി ബാക്കിയുണ്ടെങ്കിൽ ചപ്പാത്തി വെച്ചിട്ട് ഇതുപോലെ ചെയ്യാം. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. അപ്പോൾ ഞാനിത് ഫുള്ളായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിത് രണ്ടായിട്ട് മാറ്റി വെക്കുകയാണ്. ഒന്നിലേക്ക് ഞാൻ പഞ്ചസാര പൊടിച്ചിട്ടാണ് ചേർക്കുന്നത്. ഒന്നിലേക്ക് ഞാൻ മുളക് പൊടിയൊക്കെ ചേർക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് മിക്സ് ചെയ്യാൻ എളുപ്പത്തിന്. അപ്പോൾ ഞാൻ പഞ്ചസാരയും 2 ഏലക്കായും കൂടി ഇട്ടിട്ട് ജസ്റ്റ് മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര പാനിയാക്കിയിട്ട് അങ്ങനെ ചേർക്കാം. ഒരു നൂൽപ്പരുവത്തിലൊക്കെ എടുത്തിട്ട് ചേർക്കാം. അപ്പോൾ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് കായപ്പൊടി അത് വേണമെങ്കിൽ ചേർത്താൽ മതി. അതിട്ടിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇതുപോലെ തട്ടി കൊടുത്താൽ മതി, വേഗം മിക്സായി കിട്ടും. അപ്പോൾ വെറും 2 മിനിറ്റ് മതി ഈ സ്നാക്ക് തയ്യാറാക്കി എടുക്കാൻ. അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസൊക്കെ അറിയിക്കാനും മറക്കരുത്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടി വരും, അതും കൂടി ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.